എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കരിവേപ്പിലയും കൊണ്ട് തയ്യാറാക്കിയ ഒരു പുളിയങ്കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. സോ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ എല്ലാവരും റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനായി നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു 10-15 വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗണിഷ് കളർ ഒന്നും ആവണ്ട, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കുക്കായാൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റ്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് ഒരു പാത്രം, അതായത് ഒരു ബൗള് നമ്മുടെ കരിവേപ്പില ആഡ് ചെയ്യാം. എല്ലാവർക്കും അറിയാം കരിവേപ്പിലയും കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിനായിട്ട് കരിവേപ്പില ഞാൻ ഒരു പാത്രം, അതായത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ക്രിസ്പ് ആവുന്നിടം വരെ നമുക്ക് ഈ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരും കേട്ടോ. ഇതാ നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കരിവേപ്പില. ഇനി നമുക്ക് എന്താ ചെയ്യാം, നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന കരിവേപ്പിലയും വെളുത്തുള്ളിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതേ സെയിം കടായിൽ ഈ സെയിം ഓയിലിലോട്ട് നമുക്ക് ഒരു 2-3 വത്തലമുളക് ഇവിടെ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വത്തലമുളക് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് കടുകും കൂടെ ചേർക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള ഞാൻ ഇവിടെ ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തീരെ നൈസായിട്ട്. അത് നമുക്ക് ഈ ഒരു ഓയിലിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. ഇനി ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്കായി ഞാൻ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിക്കായി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിക്ക് നന്നായിട്ടൊന്ന് ഉടങ്ങി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ കരിവേപ്പില ഒന്ന് അരച്ചെടുക്കാം. മിക്സി ജാറിലോട്ട് കരിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി അരയ്ക്കാം. ഇതാ നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളിക്ക ഒന്ന് വഴണ്ടൊന്ന് നമുക്ക് നോക്കാം. ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തക്കാളിക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇനി എരിവിൻ്റെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തോളൂ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലയും തക്കാളിക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. ഗ്രേവി നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം നന്നായിട്ട് ബോയിലായി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഓയിൽ നമുക്ക് റിലീസായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിക്കായും സവോളയും എല്ലാം നന്നായിട്ടൊന്ന് വെന്തും കിട്ടും. നോക്കി, ഓയിലെല്ലാം റിലീസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ പുളി വെള്ളമാണ്. ഞാനൊരു കുഞ്ഞു കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നീരെടുത്തിട്ട് ഈ ഒരു 1/4 കപ്പോളം വെള്ളമുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി എത്രയാണ് നമുക്ക് താല്പര്യം അതനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഉപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കരിവേപ്പില അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതമില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കരിവേപ്പിലയും തക്കാളിക്കയും ആ വകയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട്. നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം.
നോക്കിക്കോളൂ, നന്നായിട്ടൊരു ബോയിൽ വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ കായപ്പൊടി ആഡ് ചെയ്യാം. കായം ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ശർക്കര ആഡ് ചെയ്യാം. ശർക്കര ആഡ് ചെയ്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മുടെ ഇഞ്ചിക്കറി നമ്മൾ കഴിക്കാറില്ലേ, അതേ സ്വാദാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ വരുമ്പോൾ നല്ലൊരു ഓയിലൊക്കെ റിലീസായി വരും. ആ ഒരു ടെക്സ്ചർ ആവുന്നിടം വരെ നന്നായിട്ടൊരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ബോയിൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. സോ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. Thank you for watching and bye bye.